ദലിത് യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ് അട്ടിമറിക്കാൻ ശ്രമമെന്ന പരാതിയിൽ കൊടകര പോലീസിൽ നിന്നും അന്വേഷണം മാറ്റി ഉത്തരവ്. ബിജെപി പ്രാദേശിക നേതാവായ പ്രതിക്കെതിരായ അന്വേഷണം ചാലക്കുടി ഡിവൈഎസ്പിക്ക് കൈമാറി. ന്യൂസ് മലയാളം വാർത്തയ്ക്ക് പിന്നാലെയാണ് തൃശൂർ റൂറൽ എസ്പിയുടെ ഇടപെടൽ. കൊടകര ശാന്തി ആശുപത്രിക്കെതിരെയും പ്രതിയെ സഹായിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും അന്വേഷണം നടത്തുമെന്ന് റൂറൽ എസ്പി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കണ്ടിരുന്നോ? കണ്ടിട്ട് എന്താ പറഞ്ഞു ആള്? കണ്ടിരുന്നു, സന്തോഷായി. ആള് നമുക്ക് അനുകൂലമായിട്ട് എല്ലാം ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് എസ് പി അറിയിച്ചിട്ടുള്ളത്? അറിയിച്ചിട്ടുള്ളത് കേസ് ഇനി കൊടകരയിൽ നിന്ന് മാറ്റി ഡിവൈഎസ്പി കൊണ്ട് അന്വേഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റേഷനിൽ നിന്ന് മാറ്റിട്ടേ, കാരണം സ്റ്റേഷനിൽ നമുക്ക് കുറച്ച് ഭീഷണി ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ആ ഭീഷണിപ്പെടുത്തി പോലീസുകാരനെ വിളിപ്പിച്ച് ആളെടുത്ത് ചോദിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ആളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്നെ മുന്നിൽ നിന്ന് വിളിച്ചേ. അപ്പൊ അത് വിളിച്ചിട്ട് അവരെ കൊണ്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ആ സെക്ഷൻ എഴുതി ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ അന്ന് ഞാൻ എന്റെ കാസ്റ്റ് ചെയ്തിരുന്നു, പക്ഷെ സെക്ഷൻ എഴുതിണ്ടായിരുന്നില്ല. ആക്ട് ചെയ്തിണ്ടായിരുന്നില്ല. അപ്പൊ അത് എഴുതി ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട്. ലെവിൻ കെ വിജയൻ ചേർന്നു കൂടുതൽ വിവരങ്ങളുമായി. ലെവിൻ, ന്യൂസ് മലയാളം വാർത്തയ്ക്കു പിന്നാലെ ഈ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റുകയാണ്. കൊടകര പോലീസിൽ നിന്നും അന്വേഷണം മാറ്റുവാനുള്ള തീരുമാനം. ന്യൂസ് മലയാളം ഇമ്പാക്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും ലക്ഷ്മി, നമ്മൾ ഇന്നലെ രാവിലെയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അത് റിപ്പോർട്ട് ചെയ്ത് മണിക്കൂറുകൾക്കകമാണ് വിഷയത്തിൽ റൂറൽ എസ് പി ഇടപെടുകയും ഈ വിഷയത്തിൽ ഒരു സമഗ്രമായ ഒരു അന്വേഷണം നടത്താൻ പ്രത്യേകമായി 2 അന്വേഷണങ്ങൾ. ഒന്ന്, ഈ കേസിൽ എന്ത് അട്ടിമറിയാണ് ഉണ്ടായത്, ആശുപത്രിക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും അക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള പങ്കെന്താണ് എന്നുള്ള കാര്യം അന്വേഷിക്കാൻ ചാലക്കുടി ഡിവൈഎസ്പി PC ബിജുകുമാറിനെ നിയോഗിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കേസിൽ അക്ഷയ് കൃഷ്ണനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടാകുകയെന്ന് വ്യക്തമായതോടുകൂടി പോലീസിൽ തന്നെ സമഗ്രമായൊരു അന്വേഷണം, ഈ കേസിൽ പുനരന്വേഷണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഔദ്യോഗികമായി അങ്ങനെ പറയാൻ കഴിയില്ലെങ്കിൽ പോലും ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രതി ഇടക്കാല ജാമ്യം നേടിയത് തെറ്റായ രേഖകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ആദ്യമായി ചെയ്യുന്ന നടപടി എന്നുള്ളത് ഈ മാസം 8-ന് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ ഈ പ്രതിയുടേതായിട്ടുള്ളത് പരിഗണിക്കാനിരിക്കുകയാണ്. ആ ജാമ്യം റദ്ദാക്കുക എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് റിപ്പോർട്ട് നൽകും. അതോടൊപ്പം തന്നെ ഈ കേസിൽ എന്തെല്ലാം അട്ടിമറികൾ ഉണ്ടായി, ആശുപത്രിയുടെ തെറ്റായ സർട്ടിഫിക്കറ്റ് നൽകിയതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വകുപ്പ് തലത്തിൽ പ്രത്യേകമായ ഒരു അന്വേഷണം നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അക്ഷയ് കൃഷ്ണൻ എന്ന 26 വയസ്സുകാരനെ ഈ വർഷം ഏപ്രിൽ 16-നായിരുന്നു പ്രതിയായിട്ടുള്ള സിദ്ധൻ ഭായ് എന്ന കൊടകരയിലെ പ്രാദേശിക BJP നേതാവ്, ഇദ്ദേഹത്തിന്റെ ബന്ധു ആയിട്ടുള്ള സഹോദരൻ, തൊട്ട് BMSന്റെ സംസ്ഥാന സമിതി അംഗമാണ്. അങ്ങനെ ഉന്നതമായുള്ള സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് ദളിത് യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. അതിൽ നിന്നും വളരെ എളുപ്പത്തിൽ ആ കേസിൽ ജാമ്യം നേടുകയും ഈ ഇരയാക്കപ്പെട്ട യുവാവിനെ ഭീഷണിപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ കൃത്രിമത്വം കാണിച്ച് പോലീസ് ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കുകയും ആശുപത്രിയുടെ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇടക്കാല ജാമ്യം നേടുകയും ചെയ്ത കേസാണിത്. ഈ കേസിലാണ് ഒരു പുനരന്വേഷണത്തിന്റെ സാധ്യതകൾ തെളിയുന്നത്. കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർക്ക് SP നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായി കൊടകര പോലീസ് സ്റ്റേഷനിൽ നിന്നും കൊടകര SHOയിൽ നിന്നും ഈ കേസ് ചാലക്കുടി ഡിവൈഎസ്പിക്ക് കൈമാറിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ SC/ST അട്രോസിറ്റി നിയമപ്രകാരം ഇതുവരെ പോലീസ് ആ കേസ് വകുപ്പ് ചുമത്തിയിരുന്നില്ല. ആ വകുപ്പ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കേസിൽ തുടരന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നു. പ്രതിയുടെ ഇടക്കാല ജാമ്യം റദ്ദ് ചെയ്ത് ഇയാളെ എത്രയും വേഗത്തിൽ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്യണമെന്നുള്ളൊരു നിർദ്ദേശമാണ് SP കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ അക്ഷയ് കൃഷ്ണനെ അപമാനിക്കുകയും അതോടൊപ്പം തന്നെ ഈ കേസിൽ ഇദ്ദേഹത്തിന് വേണ്ട നിയമസഹായങ്ങൾ ചെയ്തു കൊടുക്കാതിരിക്കുന്നതിൽ പ്രത്യേക താല്പര്യത്തോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്ത ഉദ്യോഗസ്ഥരോട് ഇന്ന് തന്നെ SP വിശദീകരണം തേടിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രത്യേക അന്വേഷണം കൂടി പൂർത്തിയാകുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടിക്ക് കൂടി സാധ്യത തെളിയുന്നു. ഇനി മൂന്നാമതായ ഒരു കാര്യം, കൊടകര ശാന്തി ആശുപത്രി എന്ന സ്വകാര്യ ആശുപത്രി ചില സ്വാധീനങ്ങൾക്ക് വഴങ്ങി ഒരു തെറ്റായ വിവരം, ഒരു സർട്ടിഫിക്കറ്റ് ഈ കേസിൽ നൽകിയിരുന്നു. ആ ആശുപത്രിക്കെതിരെയും ചില അന്വേഷണത്തിനുള്ള സാധ്യതകളാണ് ഈ കേസിൽ തെളിഞ്ഞു വരുന്നത്. അക്ഷയ് കൃഷ്ണൻ നമ്മളോട് സംസാരിച്ചിരുന്നു. ന്യൂസ് മലയാളത്തിന്റെ വാർത്തയ്ക്ക് പിന്നാലെയാണ് ഇത്തരത്തിലൊരു അടിയന്തര ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഒരു വ്യക്തിയുടെ രാഷ്ട്രീയ സ്വാധീനവും സാമ്പത്തിക ശക്തിയും ഉപയോഗിച്ചുകൊണ്ടൊരു കേസ് അട്ടിമറിക്കാൻ നിയമ സംവിധാനങ്ങളെ തന്നെ കൂട്ടുപിടിക്കുന്നു. അതിനൊരു സ്വകാര്യ ആശുപത്രി, ആതുരാലയം ഈ കേസിൽ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം.
അങ്ങനെ ഒരു ദളിത് യുവാവിന് നീതി നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഇടപെടൽ കൊണ്ടുകൂടി ആ ഒരു വാർത്തയിൽ അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിൽ ജില്ലാ പോലീസ് മേധാവി തന്നെ വിഷയത്തിൽ ഇടപെടുന്നു. അതിനൊരു പരിഹാരം ഉണ്ടാക്കാനുള്ള നീക്കം നടക്കുന്നു. പക്ഷേ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും SC കമ്മീഷനും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും അക്ഷയ് പരാതികൾ നൽകിയിട്ടുണ്ട്. ആ പരാതിയിലും നടപടികൾ ഉണ്ടാകുമെന്നാണ് യുവാവിന്റെ പ്രതീക്ഷ. ഏതായാലും അക്ഷയ് കൃഷ്ണൻ എന്നുള്ളൊരു യുവാവിന് ഈ ഒരു പ്രതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്നുള്ള അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങളിൽ നീതി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് വെച്ചു പുലർത്തുന്നത്.